ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് നോക്കിയിരുന്നു. അത് കാണാത്തവർ ആദ്യം അത് കാണുക, പിന്നെ നമുക്ക് ഇത് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ കണ്ടിന്യൂ നമുക്ക് ചെയ്യാം. എഫ്ലോറസൻസ് ഇൻ ബ്രിക്ക് ഈസ് കോസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് എഫ്ലോറസൻസ് ഇൻ ബ്രിക്ക് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. എഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കലി കാരണമാണ് വൈറ്റ് സർഫസ് ബ്രിക്കിൻ്റെ സർഫസിൽ വൈറ്റ് കളറായിട്ട് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ആൽക്കലിയാണ് ഉണ്ടാകുന്നത്. അത് എന്താണെന്ന് കോസ് ഡ്യൂ ടു എന്താണെന്ന് ചോദിച്ചിരുന്നത്. എക്സസീവ് ബേണിംഗ് ഓഫ് ബ്രിക്ക് ആണോ, ഹൈ കണ്ടൻറ്റ് ഓഫ് സിൽട്ട് ഇൻ ബ്രിക്ക് ആണോ, ഹൈ പൊറോസിറ്റി ഓഫ് ബ്രിക്ക് ആണോ, പ്രസൻസ് ഓഫ് സോളിബിൾ സാൾട്ട് ഈസ് പേരൻറ്റ് ക്ലേ, അതാണോ ആൻസർ. സോ ഏതാണ് ആൽക്കലി അല്ലെങ്കിൽ സോളിബിൾ സാൾട്ട്, പ്രസൻസ് ഓഫ് ആൽക്കലി ഓർ സോളിബിൾ സാൾട്ട് ഇൻ പേരൻറ്റ് ക്ലേ. ഓക്കെ, എഫ്ലോറസൻസ് ഇത് കാരണമാണ്. Next question. What is the thickness in inches of one brick wall made up of traditional brick? ഇഞ്ചസിലാണ് ചോദിച്ചിരുന്നത്. 9 into 4.5 into 3. സോ തിക്നെസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 9 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്റ്റോൺ ഈസ് യൂസ്ഡ് ഇൻ റബിൾ മെഷീനറി? റബിൾ മെഷീനറിയിൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നത്. എ ഹാർഡ്, ബി ഹെവി വെയ്റ്റഡ്, സി ലൈറ്റ് വെയ്റ്റഡ്, ഡി സ്മൂത്ത്. സോ ഹാർഡ് ആണ് റബിൾ മെഷീനറിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ എക്സ്പെക്റ്റഡ് ഔട്ട് ടേൺ ഇൻ ക്യൂബിക് മീറ്റർ ഓഫ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് പെർ മേസൺ പെർ ഡേ ഈസ് എ 1, ബി 3, സി 5, D10 is standard value ആണ്. സോ 1 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ തിക്നെസ് ഇൻ സെൻറ്റിമീറ്റർ ഓഫ് 2 ബ്രിക്ക് വാൾ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് മോഡുലർ ബ്രിക്ക്? സ്റ്റാൻഡേർഡ് മോഡുലർ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ 19 into 9 into 9 ആണ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് മോഡുലർ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ 19 into 9 into 9 ആണ്. സോ 9 എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മോട്ടർ തിക്നെസ് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ മോട്ടർ തിക്നെസ് പ്ലസ് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ +1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 1 ബൈ തിക്നെസ് എന്ന് പറയുമ്പോൾ 10 ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 വാൾ തിക്നെസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 20 ആയിട്ട് വരും. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അലുമിന? അലുമിനയുടെ ഏത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബ്രിക്കിൽ ജനറലി നമുക്ക് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. സോ മെയിൻറ്റെയിൻ പ്ലാസ്റ്റിസിറ്റി, ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് ദ ബ്രിക്ക് ടു മാനുഫാക്ചർ ഇംപെർമിബിൾ, റെഡ്യൂസ് വാർപ്പിംഗ് വെൻ ഹീറ്റഡ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ പ്ലാസ്റ്റിസിറ്റി ആണ്. അലുമിന മെയിൻലി പ്ലാസ്റ്റിസിറ്റി ഇമ്പോർട്ടാണ് ചെയ്യുന്നത് ബ്രിക്കിൽ. ഓക്കെ, നെക്സ്റ്റ്, ദ വാട്ടർ അബ്സോർപ്ഷൻ ഫോർ ബേൺഡ് ക്ലേ പെർഫോറേറ്റഡ് ബ്രിക്ക് should not be more than, water absorption should not be more than 5%, 15%, 25, 35%. ജനറലി നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ 20 ആണ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് 22 ആണ്. സോ നമുക്ക് ഈ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് 25 ആണ് പെർഫോറേറ്റഡ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ ഇവിടെ കാറ്റഗറി ആണ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി നമ്മുടെ വേരീസ് റേഞ്ച് ചെയ്യുന്നത് 12 to 20 ആണ്. സോ ഇൻ ബിറ്റ്വീൻ ആണ് 5 വരുന്നത്, 15 വരുന്നത്. സോ പെർഫോറേറ്റഡ് ബ്രിക്ക് ക്ലേ ഈ ഒരു റേഞ്ചിലാണ് വേരി ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓപ്ഷൻ 20 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 20 അഡോപ്റ്റ് ചെയ്തേനെ. ബട്ട് കുറച്ചുകൂടി നമ്മൾ അപ്രോപ്രിയേറ്റ് ആൻസർ നോക്കുമ്പോൾ 15 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ബ്രിക്സ് റിക്വയർഡ് ഫോർ 5 ക്യൂബിക് മീറ്റർ. 1 ക്യൂബിക് മീറ്ററിൽ നമുക്കറിയാം 500 ആണ്. അപ്പോൾ 5 ക്യൂബിക് മീറ്ററിൽ എത്രയാണെന്ന് ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻറ്റു 5 ചെയ്യുമ്പോൾ 2500. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിപ്രസെൻറ്റ് ദ നോമിനൽ സൈസ് ഓഫ് ദ മോഡുലർ ബ്രിക്ക്? നോമിനൽ സൈസ് ഏതാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. സോ 100 into 100 into 100 ആണോ, 100 into 100 into 50 ആണോ, 200 into 100 into 100 ആണോ, അതോ 200 into 200 into 100 ആണോ? ഇത് വളരെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. 200 into 100 into 100 ആണ് ഇതിൻ്റെ ബ്രിക്ക് എന്ന് പറയുമ്പോൾ. ജനറലി നമ്മൾ ബ്രിക്ക് സൈസ് അറിയാം 90 ആണെങ്കിൽ അതിൽ രണ്ട് സൈഡിൽ നമ്മൾ മോട്ടർ തിക്നെസ് കൺസിഡർ ചെയ്യും.
അപ്പോൾ ഈ ഒരു സൈഡ് പ്ലസ് ഈ ഒരു സൈഡ്, രണ്ട് സൈഡിൻ്റെ കൂടെ മോട്ടർ തിക്നെസ് കൺസിഡർ ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ 19 ആണെങ്കിൽ 19 + 1 അതായത് 20. അതേപോലെ 9 + 1 10 ആകും. സോ അപ്പോഴാണ് നമുക്ക് മോഡുലർ സൈസ് കിട്ടുന്നത് 20 × 10 × 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For which of the following is ideal warehouse is provided? Warehouse generally provide ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് waterproof masonry walls, waterproof roof, few windows which remain generally closed, all of these. So all of these ആണ് ആൻസർ. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി എയറിൻ്റെ ഒരു പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒരു സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചേംബറിനെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്നത്. സോ എയറിൻ്റെ സർക്കുലേഷൻ ഒരിക്കലും നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ അത് ഏതാണ്? വാട്ടർ പ്രൂഫും പാടില്ല, പ്ലസ് വാട്ടർ പ്രൂഫ് മെഷീനറി വാൾ ആവണം, പിന്നെ വാട്ടർ പ്രൂഫ് പ്രൂഫിംഗ് ആവണം, പിന്നെ ജനറലി വിൻഡോസ് ആൻഡ് ഡോർസ് ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഡോർസ് അല്ലെങ്കിൽ വിൻഡോസ് വരുന്നതിനാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയിൻ റീസൺ ടു പ്രൊവൈഡ് ഫ്രോഗ് ഇൻ ബ്രിക്ക്? ഫ്രോഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മെയിൻ റീസൺ എന്താണെന്ന് ചോദിക്കുന്നത് പ്രിൻറ്റ് മാനുഫാക്ചേഴ്സ് നെയിം, ഇത് കറക്റ്റാണ്. ഓക്കെ, form keyed joint between brick and mortar and ബ്രിക്കിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു ഷിയർ കീ ആയിട്ട് ആക്ട് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതും കറക്റ്റാണ്. ഇംപ്രൂവ് തെർമൽ ഇൻസുലേഷൻ, റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് ദ ബ്രിക്ക്. സോ ഇത് രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ബട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷിയർ കീനെ പോലെ ആക്ട് ആവും. സോ ബ്രിക്ക് ആൻഡ് മോട്ടറിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഷിയർ കീ ആയിട്ട് ആക്ട് ആവും. സോ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അതാണ് മെയിൻ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രിക്ക് ഓർ ഫ്രോഗ് ഇൻ ബ്രിക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് പഗ് മിൽ ഈസ് യൂസ്? പഗ് മിൽ ഇതിൽ ഏത് പ്രോസസ്സിലാണ് യൂസ് ചെയ്യുന്നതാണ്? സോ നമുക്ക് ജനറലി നോക്കുകയാണെങ്കിൽ ബേണിംഗ് ഓഫ് ദ ബ്രിക്ക്, ഡ്രൈയിങ് ഓഫ് ദ ബ്രിക്ക്, മോൾഡിംഗ് ഓഫ് ദ ബ്രിക്ക്, പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലേ. പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലേ ആണ് ഫസ്റ്റ് പ്രൊസീജിയർ. സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മോൾഡിംഗ് അല്ലെങ്കിൽ ഷേപ്പ് കൊടുക്കുക. തേർഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ് അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുക. ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ബേണിംഗ്, അതിനെ റിക്വയർഡ് ഷേപ്പിന് ബേൺ ചെയ്യുക. സോ പ്രിപ്പറേഷനിൽ അഗെയിൻ സബ് ഡിവിഷൻ ഉണ്ട്, നമുക്കറിയാം. അൺസോയിലിംഗ്, ഡിഗ്ഗിങ്, പിന്നെ വെതറിങ്, ക്ലീനിങ്. സോ ക്ലീനിങ് ആദ്യം വരും. ക്ലീനിങ്, വെതറിങ്, ബ്ലെൻഡിങ്, പിന്നെ ടെമ്പറിങ്. ടെമ്പറിങ്ങിൽ അതർ ടൈപ്സ് ഉണ്ട്. പഗ് മിൽ, മില്ലിൽ ചെയ്യുവാണെങ്കിൽ പഗ് മിൽ. അതേപോലെ നമ്മൾ അനിമൽസിൻ്റെ ഫുഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ നീഡിങ് എന്ന് പറയും. ഓക്കെ, നീഡിങ് എന്ന് പറയും. സോ ഇതിൽ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് പ്രോസസ് പഗ് മിൽ ഈസ് യൂസ്. പഗ് മിൽ ഏത് പ്രോസസ്സിലാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലേ സ്റ്റേജിലാണ് നമ്മൾ പഗ് മിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മോഡുലർ ബ്രിക്ക് ആസ് പെർ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്? ആക്ച്വൽ സൈസ് ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആണ് ചോദിച്ചത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 19 × 9 ആണ്. ഓക്കെ, okay, next question. Which of the following defect appears due to presence of alkalis in brick? ഏത് ഡിഫക്റ്റ് ആണ് ആൽക്കലി കാരണം ഉണ്ടാകുന്നത്? ബ്ലോട്ടിംഗ് ആണോ, ബ്ലാക്ക് കോർ ആണോ, ക്രാക്ക് ആണോ, എഫ്ലോറസൻസ് ആണോ? സോ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു ബ്രിക്ക് സർഫസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് സ്പോഞ്ചി ടൈപ്പ് ഒരു ഫിനോമിന ഫോം ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ക്രാക്സ് മെയിൻലി ബിക്കോസ് ഓഫ് ലൈമാണ് ക്രാക്സ് ഉണ്ടാകുന്നത്. എക്സസ് ഓഫ് ലൈം കാരണമാണ് ക്രാക്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ എഫ്ലോറസൻസ് ആണ് മെയിൻ റീസൺ, അല്ലെങ്കിൽ ആൽക്കലി കാരണം. ആൽക്കലി എന്ന് പറഞ്ഞാൽ വൈറ്റ് സർഫസ്, എഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ സർഫസിൽ വൈറ്റ് ആയിട്ട് ഫോം ചെയ്യും. അത് മെയിൻലി ബിക്കോസ് ഓഫ് ആൽക്കലി ആണ്. സോ അതിനാണ് നമ്മൾ എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സോ അത് ഏത് ഡിഫക്ട്സ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫക്ട് അപ്പിയർ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ആൽക്കലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എഫ്ലോറസൻസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, what is the percentage content of silica in good quality brick? ഇതിൽ പെർസെൻറ്റേജ് കമ്പോണൻറ്റ് ഓഫ് സിലിക്ക ആണ് ചോദിച്ചിരിക്കുന്നത്. 20 to 30%, 30 to 40%, 40 to 50%, 50 to 60%. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 50 to 60% ആണ് സിലിക്ക ഇൻ ബ്രിക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, സിലിക്ക എന്ന് പറഞ്ഞാൽ സിൽട്ട് പ്ലസ് ക്ലേ എന്നും നമുക്ക് പറയാറുണ്ട്. സിൽട്ടിൻ്റെയും ക്ലേയിൻ്റെയും അഡീഷൻ, അതിനാണ് നമ്മൾ സിൽക്ക എന്ന് പറയുന്ന ഒരു കമ്പോസിഷനാണ്. സോ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 50 to 60 ആണ്. ഓക്കെ, നെക്സ്റ്റ്,
Refractory bricks are generally used to resist chemical action. Chemical action ആണോ റിഫ്രാക്റ്ററി ബ്രിക്ക് ജനറലി യൂസ് ചെയ്യുന്നത്, ഡാംപ്നെസ് ആണോ, ഹൈ ടെമ്പറേച്ചർ ആണോ, വെതറിംഗ് ആണോ? സോ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ബട്ട് മോസ്റ്റ് ജനറലി യൂസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറലി യൂസ്ഡ് ആണ്. സോ ജനറലി യൂസ്ഡ് റിഫ്രാക്റ്ററി ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the composition of good brick, the total content of silt and clay by weight should not be less than. So silt and clay already repeated question ആണ്. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ സിൽക്കാണ്, സിലിക്കയാണ്. ഓക്കെ, സോ സിലിക്കയുടെ നമ്മൾ റേഞ്ച് നമ്മൾ നോക്കിയിരുന്നത് 50 to 60 ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 50% ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റീസൺ ഫോർ സോക്കിംഗ് ദ ബ്രിക്ക് ഇൻ വാട്ടർ നമ്മൾ ബ്രിക്കിനെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫോർ പ്രിവെൻറ്റിംഗ് ദ അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ദ മോട്ടർ ബൈ ബ്രിക്ക്, ഫോർ റെഡ്യൂസിങ് എയർ വൈറ്റ്, ഫോർ റെഡ്യൂസിങ് എഫ്ലോറസൻസ്, ഫോർ ക്ലീനിങ്. ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബ്രിക്കിനെ നമ്മൾ വെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്രിക്ക് മെഷീനറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബ്രിക്കിൽ മുകളിൽ വെള്ളം ഒഴിക്കാറുണ്ട്. അത് മെയിൻലി ബിക്കോസ് ഈ ഒരു റീസൺ കാരണം, അത് പ്രിവെൻറ്റ് അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം മോട്ടറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രിക്സിൽ വെള്ളം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിക്സിനെ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫോർ പ്രിവെൻറ്റിംഗ് അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം മോട്ടർ ബൈ ബ്രിക്ക്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബ്രിക്ക് ഇസ് suitable for high class brick? ഇതിൽ ഏതാണ് ഹൈ ക്ലാസ് ബ്രിക്ക്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹൈ ക്ലാസ് ബ്രിക്ക്? ഹൈ ക്ലാസ് ബ്രിക്ക് മെഷീനറിയിൽ ഏതാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദിക്കുന്നത്. ബുൾനോസ് എന്ന് പറഞ്ഞാൽ, ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആസ്തറ്റിക് വാല്യൂ, ഒരു ആസ്തറ്റിക് വാല്യൂ അല്ലെങ്കിൽ പ്ലസൻറ്റ് വാല്യൂവിനെ ഇംപ്ലിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓർണമെൻറ്റൽ വാല്യൂവിൽ അഡാപ്റ്റ് ചെയ്യുന്നതാണ് ബുൾനോസ് ബ്രിക്ക്. അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബ്രിക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, കർവ്ഡ് ഷേപ്പ് ആയിരിക്കും ബുൾനോസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും ബുൾനോസിന്. ഓക്കെ, സോ ജംപ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംപ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഓവർബേൺ ബ്രിക്കിനെയാണ് ജംപ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർബേൺ ബ്രിക്ക്. സോ ഇതിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതെന്തായാലും നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് എന്താണ്? മോഡുലർ ബ്രിക്ക്. മോഡുലർ ബ്രിക്കാണ് നമ്മളുടെ സ്ട്രെങ്ത്തിനെ അറ്റൈൻ ചെയ്യാൻ, സ്ട്രെങ്ത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ ജനറലി ഹൈ ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത് മോഡുലർ ബ്രിക്കാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർബേൺ ബ്രിക്ക്. അണ്ടർബേൺ ബ്രിക്കിലും സ്ട്രെങ്ത്ത് വളരെ കുറവായിരിക്കും, അതിലും ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡുലർ ബ്രിക്ക്. നെക്സ്റ്റ്, the defect that is caused by falling of rain water on the hot surface of the brick. അതിൽ എന്താണ് പറയുന്നത്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. കഫ്സ് എന്നാണ് പറയുന്നത്. സർഫസ് ഇപ്പോൾ വാട്ടർ അല്ലെങ്കിൽ ബ്രിക്കിൽ നമ്മൾ ഹോട്ട് സർഫസ് ആയ ബ്രിക്ക് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ബ്രിക്കിൻ്റെ സർഫസിൽ റെയിൻ വാട്ടർ വീഴുവാണെങ്കിൽ അതിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിരുന്നത്. സോ അതിനെ കഫ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നു, ഒരു സ്പോഞ്ചി സർഫസ് ഫോം ചെയ്യുന്നതാണ് ബ്ലോട്ടിംഗ്. ക്രാക്ക് എന്ന് പറഞ്ഞാൽ ലൈമിൻ്റെ കാരണമാണ് ക്രാക്ക് ഉണ്ടാകുന്നത്. ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഡ്യൂ ടു ഇൻട്രാപ്ഡ് എയർ കാരണമാണ് ലാമിനേഷൻ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ. ബുൾനോസ് ബ്രിക്ക് ഏതിലാണ് അഡോപ്റ്റ് ചെയ്യാത്തതാണ് ചോദിച്ചിരുന്നത്. റൗണ്ടിങ് ഓഫ് ഷാർപ്പ് കോർണേഴ്സ് ആണോ, അതോ പില്ലേഴ്സ് ആണോ, അതോ ഡെക്കറേറ്റീവ് പർപ്പസ് ആണോ? ഇത് മൂന്നിൽ നമ്മൾ ജനറലി ബുൾനോസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ആർച്ചസിൽ ജനറലി ബുൾനോസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഗ് മിൽ ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ബ്രിക്ക് എർത്ത്, മോൾഡിംഗ് ബ്രിക്ക് എർത്ത്, ടെമ്പറിംഗ് ബ്രിക്ക് എർത്ത്, പ്രൊവൈഡിങ് ബ്രിക്ക് എർത്ത്. സോ ആൻസർ നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു, സി ആണ്. ടെമ്പറിംഗ് ആണ് കറക്റ്റ് ആൻസർ. ടെമ്പറിംഗ് ബ്രിക്ക് എർത്ത് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ബി. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എത്രയാണ് വേണ്ടതാണ് ചോദിക്കുന്നത്. A 70, B 90, C 100, D 120. സോ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ 100 ആണ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് 70 ആണ്, തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി മോർ ദാൻ 35 ആണ്. സോ സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ ആണ് ചോദിച്ചിരുന്നത്. സോ 70 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the term frog means എന്താണെന്നാണ് ചോദിക്കുന്നത്. an apparatus to lift the stone, a depression on a face of the brick, vertical joint in the brick,
soaking of the brick. So depression ആണ് correct answer. Depression ആണ് നമ്മൾ depression on frogനെ, so depression on face of the brickനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. അതിൽ ജനറലി മാനുഫാക്ചറിന് പേരും എഴുതാറുണ്ട്, ബട്ട് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഷിയർ കീ പോലെ ആക്ട് ചെയ്യാനാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് in between brick and mortar. ഒരു ഷിയർ കീ പോലെ ആക്ട് ചെയ്യും, സോ ദാറ്റ് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ആകും. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ക്ലേ, വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻറ്റ് ടു മേക്ക് ദ ബ്രിക്ക് ഈസ് നോൺ ആസ് മിക്സിംഗ് ഓഫ് ക്ലേ അല്ലെങ്കിൽ വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്ത് നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്നത്. എ ടെമ്പറിങ്, ബി നീഡിങ്, സി പഗ്ഗിങ്, ഡി മോൾഡിങ്. സോ നമുക്ക് ഓൾറെഡി നമ്മൾ എല്ലാം നോക്കിയതായിരുന്നു. സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ നീഡിങ് ആണ്. ഓക്കെ, മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറിൻ്റെ സബ് ഡിവിഷൻ ആണ് നീഡിങ് ആൻഡ് പഗ്ഗിങ്. പഗ് മില്ല് ചെയ്യുമ്പോൾ പഗ്ഗിങ്, പിന്നെ നമ്മൾ ജനറലി നമ്മൾ ആനിമൽസിനെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനെ മിക്സിങ് ഓഫ് ക്ലേ, വാട്ടർ ആൻഡ് ഇൻഗ്രീഡിയൻസ് ചെയ്യുവാണെങ്കിൽ അതിനെ നീഡിങ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗുഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ്? ഇതിലേതാണ് ഫോളോയിങ് നല്ലത് ബ്രിക്ക് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നത്. സിൽറ്റഡ് സോയിൽ, വെതേർഡ് ക്ലേ, സോയിൽ ഓർ നൺ ഓഫ് ദിസ്. സോ വെതേർഡ് ക്ലേ ആണ് കറക്റ്റ് ആൻസർ ഫോർ മേക്കിംഗ് ഗുഡ് ബ്രിക്സ്. നെക്സ്റ്റ്, റെഡ് കളർ ഒബ്റ്റെയിൻഡ് ബൈ ദ ബ്രിക്ക് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റെഡ് കളർ. എന്തിലാണ് ഒബ്റ്റെയിൻ ആവുന്നത്, എന്ത് കാരണമാണ് ഒബ്റ്റെയിൻ ആവുന്നതെന്ന് ചോദിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ലൈം, ബി സിലിക്ക, സി മഗ്നീഷ്യ, ഡി അയൺ ഓക്സൈഡ്. സോ അത് നമുക്കറിയാം, ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അയൺ ഓക്സൈഡ് കാരണമാണ് ബ്രിക്സിൽ റെഡ് കളർ ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ ടു 2 halves ലോങ്കിറ്റ്യൂഡിനലി, അതിനെന്താണ് പറയുന്നത്? ലോങ്കിറ്റ്യൂഡിനലി ബ്രിക്കിനെ നമ്മളെടുത്ത് ലോങ്കിറ്റ്യൂഡിനലി കട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്നത്. ലോങ്കിറ്റ്യൂഡിനലി കട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്വീൻ ക്ലോസർ എന്നാണ് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, കിങ് ക്ലോസർ നോക്കിയതാണ്, ക്വീൻ ക്ലോസർ നോക്കിയതാണ്. കോർണിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ബ്രിക്കിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്തിൻ്റെ അലോങ് നമ്മൾ ഇങ്ങനത്തെ ഒരു കർവ്ഡ് ഷേപ്പ് ഫോം ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോർണിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബ്രിക്കിനെയാണ് കോർണിസ് എന്ന് പറയുന്നത്. വോയ്സർ എന്ന് പറഞ്ഞാൽ ഒരു ടാപ്പേർഡ് ഷേപ്പ്. ഓക്കെ, ഒരു ടാപ്പേർഡ് ബ്രിക്കിനെയാണ് നമ്മൾ വോയ്സർ എന്ന് പറയുന്നത്. ജനറലി ആർച്ചസിലൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ടാപ്പേർഡ് ബ്രിക്കാണ് വോയ്സേഴ്സ്. സോ ഇതിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ക്വീൻ ക്ലൂസർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ബ്രിക്ക് മെഷനറി കുഡ് ഫെയിൽ ഡ്യൂ ടു ബ്രിക്ക് മെഷനറി ഏത് കാരണമാണ് ഫെയിൽ ആവുന്നതാണ് ചോദിച്ചിരുന്നത്. എ റപ്ചർ അലോങ് വെർട്ടിക്കൽ ജോയിൻറ്റ് ഇൻ പുവർലി ബോണ്ടഡ് വാൾസ്. റപ്ചർ കാരണമാണ് വെർട്ടിക്കൽ ജോയിൻറ്റിൽ റപ്ചർ കാരണമാണ് ബ്രേക്ക് ആവുന്നത്. അതോ ഷിയറിംഗ് അലോൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഷിയർ കാരണമാണ് ബ്രേക്ക് ആവുന്നത്. അതോ ക്രഷിംഗ് ഡ്യൂ ടു ഓവർലോഡിങ് കാരണം കാരണമാണ് ബ്രേക്ക് ആവുന്നത്. അതോ എനി ഓഫ് ദീസ് ആണ്. സോ എനി ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. ഇത് ഏത് റീസൺ കാരണവും നമ്മുടെ ബ്രിക്ക് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്ക്. സ്റ്റാൻഡേർഡ് സൈസ് ആണ് ചോദിക്കുന്നത്. ഓൾറെഡി നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഷേപ്പ് ഓഫ് ദ ബ്രിക്ക് ഗെറ്റ്സ് ഡിഫോംഡ് ഡ്യൂ ടു റെയിൻ വാട്ടർ ഫാളിംഗ് ഓൺ ദ ഹോട്ട് പ്ലേറ്റ്. ഓൾറെഡി നോക്കിയതാണ്, കഫ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ഓൾറെഡി നോക്കിയതാണ്. നെക്സ്റ്റ്, ഹോളോ ബ്രിക്ക് ആർ ജനറലി യൂസ്ഡ് വിത്ത് ദ പർപ്പസ് ഓഫ്. ഹോളോ ബ്രിക്ക് എന്തുകൊണ്ടാണ് ജനറലി യൂസ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണോ, അതോ ടു പ്രൊവൈഡ് ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് ഹീറ്റിംഗ് ആണോ, ഇൻക്രീസ് ദ ബിയറിംഗ് ഏരിയ കാരണമാണോ, അതോ ഓർണമെൻ്റൽ ലുക്ക് പ്രൊവൈഡ് ചെയ്യാനാണോ? സോ ജനറലി നമ്മൾ പ്രൊവൈഡിങ് ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് ഹീറ്റ് ആണ് നമ്മൾ ഹോളോ ബ്രിക്ക് ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഡൻറ്റേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ദ ബ്രിക്ക്. ഇൻഡൻറ്റേഷൻ പ്രൊവൈഡ് ഓഫ് ദ ഫേസ് ഓഫ് ദ ബ്രിക്ക് എന്താണ് പറയുന്നതാണ് ചോദിക്കുന്നത്. എ ഫ്രോഗ്, ബി പാലറ്റ്, സി സ്ട്രൈക്ക്, ഡി നൺ ഓഫ് ദ എബവ്. സോ ഫ്രോഗ് ആണ് ഇതിൻ്റെ ആൻസർ, ഇൻഡൻറ്റേഷൻ പ്രൊവൈഡഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ compressive strength of the common building brick should not be less than. ഇത് ഓൾറെഡി നോക്കിയതാണ്. should not be less than 3.5 Newton/mm². നമ്പർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ബ്രിക്ക് ഇൻ 1 cubic meter എത്രയാണെന്ന് ചോദിച്ചാൽ 500 ആണ് കറക്റ്റ് ആൻസർ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.